നമസ്കാരം. കൊച്ചിയിൽ നടന്നൊരു സംഭവമാണ്. വീഡിയോ ഉണ്ട്, ഓഡിയോ ഉണ്ട്. ഞാനതൊന്നും ഇവിടെ കൊടുക്കുന്നില്ല, കൊടുക്കാൻ കൊള്ളൂല, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഞാനങ്ങ് പറയാൻ തീരുമാനിച്ചു. ഇത് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്തിയും ലൈക്ക് അടിക്കുകയൊക്കെ വേണം. പറയാൻ അത്രത്തോളം പറയാനും കുറച്ച് നാണവമാനം എളുപ്പമുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയാം. കൊച്ചിയിൽ 3 പെൺകുട്ടികൾ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുക. പഠിക്കുകയാണ് കേട്ടോ, പഠിക്കാൻ വന്നതാണ്. ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റൂല. ഹോസ്റ്റലാകുമ്പോൾ അവർക്ക് വലിയ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ കൃത്യമായി ഭക്ഷണത്തിന് സമയം ഉണ്ടാവും, ഉറങ്ങാൻ സമയം ഉണ്ടാവും, ചില നോട്ടങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് ഇഷ്ടമുള്ള സുഹൃത്തുക്കളോടൊപ്പം പറ്റൂല. മറ്റ് ലഹരി കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് പണക്കാരായിട്ടുള്ള പെൺകുട്ടിയായാലും ആൺകുട്ടികളായാലും അവർ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് എടുക്കുക, എന്നിട്ട് ഫ്ലാറ്റിൽ താമസിക്കുക. അങ്ങനെ 3 യുവതികൾ ചേർന്ന് ഒരു ഫ്ലാറ്റ് എടുക്കുന്നു, ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. വീട്ടുകാർ പറഞ്ഞത് ഒരു വേലക്കാരിയെ വെച്ചോ, എന്നാൽ ഫുഡൊക്കെ ഉണ്ടാക്കി തരുമല്ലോ, കുറച്ച് ചില്ലറ കൊടുത്താൽ മതിയല്ലോ, നമുക്ക് കൊടുക്കാം. ഏതായാലും അവർ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചും ബാക്കി ഈ പറഞ്ഞ രീതിയിൽ വേലക്കാരി വെച്ചുമൊക്കെ അവർ കാര്യങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഇതിനിടയിൽ ലഹരി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നു. ലഹരി കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്, മരുന്നുകൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ ഒപ്പം കൂടുന്നു. പിന്നെ ആ ചെറുപ്പക്കാരൻ്റെ താമസം അവിടെയാകുന്നു. അവർ മാറി മാറി ഉപയോഗിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ലഹരിയും എല്ലാം കൂടി ആകുമ്പോൾ അതൊരു ലഹരിയായി അങ്ങനെ കഴിഞ്ഞു പോയി. കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിലൊരാൾ ഗർഭിണിയായി. അതോടുകൂടി അവർ തമ്മിൽ ചെറിയ എന്തൊക്കെയോ ചില വരസലുകൾ ഉണ്ടാകുന്നു. പിന്നെ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഈ ഗർഭിണി അതിൻ്റെ പിന്നിലോ എന്തൊക്കെയോ കുറേ തെറ്റലുണ്ടായിട്ട് മറ്റു 2 പേർ ഇവനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ കേസ് കൊടുക്കാൻ പോകുന്ന സമയത്ത് ഗർഭിണിയായ പെണ്ണ് മറ്റുള്ള വിളിച്ച് പറയാണ്, ഇപ്പോൾ കേസ് കൊടുക്കല്ലേ, ഇതിനൊരു തീരുമാനമാകട്ടെ, ഈ ഗർഭത്തിനൊരു തീരുമാനമാകാതെ കേസ് കൊടുത്താൽ ഞാൻ പെട്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ച് സംസാരിക്കുന്നു. അവളാണെങ്കിൽ അതിലും വലിയ മിടുക്കി. അവൾ ആ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് പതിയെ അതങ്ങ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വിടുന്നു. അതൊക്കെയാണ് നമ്മൾ കേട്ടത്. ഇവിടെ ഇത് കൊടുക്കാൻ വയ്യാഞ്ഞിട്ടാണ് കൊടുക്കാത്ത. ഏതായാലും ആ ഓഡിയോ പുറത്തു വന്നതോടുകൂടി മറ്റവൾക്കാകെ ക്ഷീണമായി. ഏതായാലും ആ ഓഡിയോ പുറത്തു വന്നതോടുകൂടി മറ്റവൾക്കാകെ പ്രശ്നമായി. അവൾ അടുത്ത കുടച്ചിൽ കുടഞ്ഞു. അവൾ ഇവനാണ് മയക്കുമരുന്ന് കൊണ്ട് കൊടുക്കുന്നത്, അവൾ മയക്കുമരുന്നിൻ്റെ കാരിയറാണ് എന്ന മട്ടിൽ ഇവളൊരു വോയിസ് അങ്ങോട്ടിടുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരകൾ പണിഞ്ഞ് ആകെ പോകാം. നമ്മളെന്തിനാണ് ഒരു കുട്ടികളെ പറഞ്ഞു വിടുന്നത്? ഈ രക്ഷിതാക്കളെ കുട്ടികളെ പഠിക്കാനല്ലേ പറഞ്ഞു വിടുന്നത്? ഹോസ്റ്റലിൻ്റെ സ്ഥാനത്ത് കൂടുതൽ സൗകര്യങ്ങളോടെ താമസിക്കട്ടെ എന്ന് കരുതിയിട്ടല്ലേ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നത്. അപ്പോൾ അവിടെ തിന്നിട്ട് എല്ലിൻ്റെ കയറിയിട്ടല്ലേ അവരുമാരുള്ള പണി കാണിക്കുന്നത്. സത്യത്തിൽ കുട്ടികളൊക്കെ ഇങ്ങനെ കിടന്ന് അഴിഞ്ഞാടുന്നത് ഈ വീട്ടുകാർ വല്ലതും അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ വീട്ടുകാരത് അന്വേഷിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുമ്പോൾ അവിടെ ആരൊക്കെയാണ് ഉള്ളത്, ആരൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അന്വേഷണം ഈ രക്ഷിതാക്കൾ അന്വേഷിച്ചിട്ടുണ്ടോ? അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ആവശ്യം വരുമോ? 10-18 വയസ്സ് കഴിഞ്ഞു എന്ന് വെച്ചുകൊണ്ട് എന്തും ആകാം, എങ്ങനെ ആകാം, ആരും സുഹൃത്താകാം, എങ്ങനെയും സുഹൃത്താകാം എന്ന് കരുതി അങ്ങോട്ട് അടിച്ചുവിടുകയാണ് ചെയ്യേണ്ടി. പല രക്ഷിതാക്കളും പറയുന്നുണ്ട്, തങ്ങളുടെ മക്കൾ ആണായാലും പെണ്ണായാലും അവർക്ക് ആൺസുഹൃത്തുണ്ട്, പെൺസുഹൃത്തുക്കൊണ്ട് അവർ നല്ല രീതിയിലാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട്. അത് ഉറപ്പ് വരാത്തത് കൊണ്ടല്ലേ ഇവിടെ ഒന്ന് ഗർഭിണിയായി പോയത്. ആൺപെൺ സൗഹൃദങ്ങൾ ആകാശം പിടിഞ്ഞു വിടുമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ആ സൗഹൃദങ്ങൾ അതിൽ കിടക്കുന്നുണ്ടോ നോക്കണം. ഇത്തരത്തിൽ പലതും സംഭവിക്കും. ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോകുന്നുണ്ടോ, പാർക്കിൽ പോകുന്നുണ്ടോ നോക്കണ്ടേ? ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് അവർ തിരക്കില്ലാത്ത സമയത്ത് അവർ സൗഹൃദം പങ്കുവച്ചോട്ടെ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. സൗഹൃദമായിരിക്കണം. അത് ഇതുപോലെ റൂം അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ലഹരിയും മറ്റു കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള സൗഹൃദമാകരുത്. ഇപ്പോഴത്തെ കഥയെന്ന് പറഞ്ഞാൽ വലിയ രസമാണ്. ഏതെങ്കിലും ഒരു പെണ്ണിനെ ആരുടെയെങ്കിലും കൂടെ ഒന്ന് കണ്ടു എന്ന് രക്ഷിതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് ചൂടാവും, പറയുന്നവരടുത്ത് ചൂടാവും. 21-ാം നൂറ്റാണ്ടാണ്. കുട്ടികൾക്ക് ആൺപെൺ സൗഹൃദമൊക്കെ ഉണ്ടാവും. നമ്മളതിൻ്റെ പിന്നാലെ പോയാൽ നോക്കിയാൽ കുഴപ്പമാണ്, അത് കൊടുക്കാണ്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പണ്ടത്തെ പോലെയല്ല, പണ്ടത്തെ കാലമല്ല എന്ന് പറയും. ശരിയാണ്, പണ്ടത്തെ കാലമല്ല, പണ്ടത്തെ പോലെയല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു നോട്ടം വേണമെന്ന് പറയുന്നത്. അവർക്ക് തെറ്റുകളിൽ ചാടാനും അല്ലെങ്കിൽ അവർ മറ്റു ലഹരിയിലും മയക്കുമരുന്നിലും ഒക്കെ ചാടാനും അവർക്ക് വഴിപടിച്ചു പോകാനുമുള്ള സൗകര്യം കൂടുതലുണ്ട്. അതുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പോകുന്നുണ്ടെന്നൊന്ന് അന്വേഷിക്കണം. അതെല്ലാന്നുണ്ടെങ്കിൽ അവരെ അഴിച്ചു വിട്ടേക്കണം. പിന്നെ അവരെ നോക്കണ്ട, അവരെ കാര്യങ്ങൾ നോക്കണ്ട, അവരെന്താ വെച്ചാൽ ആയിക്കോട്ടെ. അങ്ങനെയല്ലല്ലോ. അവർ നമ്മുടെ വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത്. അവരെ മറ്റൊരാളെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത് വരെ നമുക്ക് തന്നെയല്ല അവരുടെ ഉത്തരവാദിത്വം പറയുന്നത്. അപ്പോൾ എടുത്തു വെച്ചു കൊടുക്കാൻ പണമുണ്ടെന്ന് കരുതി എന്ത് തോന്നിയാസം കാണിക്കാമെന്നുണ്ടോ? അങ്ങനെ തോന്നിയാസം കാണിക്കുമ്പോൾ ഒരു കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവരും കൂടെ നാശമാവയല്ലേ? അത്തരത്തിലുള്ള ബന്ധത്തിലൂടെ കടന്നുപോയിട്ട് ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നുപോയാൽ എന്താണ് അവസ്ഥ? ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നത്, അതുപോലെ തന്നെ ഇന്ന് ഡിവോഴ്സ് ഉണ്ടാകുന്നത്, അതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഇങ്ങനെയുള്ള വഴിവിട്ട പല ബന്ധങ്ങളും പല ലഹരി ഇടപാടുകളും പിന്നെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ തടസ്സമായി വരുന്നുണ്ട്. അവർ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇടയ്ക്കും ഇത്തരങ്ങൾ സൗഹൃദങ്ങൾ വീണ്ടും തലപൊക്കും, അവരുടെ ബന്ധങ്ങൾ തലപൊക്കും. അതാ ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും. ആ പ്രശ്നങ്ങളെ അവരെ ഡിവോഴ്സിലേക്ക്, മറ്റേ ജീവിതം തകരുന്നതിലേക്ക് കൊണ്ട് എത്തിക്കുന്നില്ലേ? എത്രത്തോളം കൊണ്ട് എത്തിക്കുന്നുണ്ട്? എന്നിട്ടിത് പഠിക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞതുപോലെ കാണും. ഇന്നിപ്പോൾ നമ്മൾ കണ്ടതുപോലെ
വീഡിയോകൾ കാണുന്നുണ്ട്, ഓഡിയോകൾ കേൾക്കുന്നുണ്ട്, അനുഭവങ്ങൾ പറയുന്നുണ്ട്, ആത്മഹത്യകൾ നടക്കുന്നുണ്ട്, കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, എന്തെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പഠിക്കൂല, നോക്കുകയില്ല, കാണുകയില്ല. നമ്മുടെ കുട്ടികളൊക്കെ ശരിയാണ്, അവർ നന്നായി തന്നെ പോകുന്നവരാണ്, വലിയ വിശ്വാസമാണ്. പക്ഷെ ആ വിശ്വാസം തകരുന്നത് അവൻ്റെ കുടുംബത്തിൽ വന്നിട്ടാണ്. അവൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ മാത്രമേ നോക്കുള്ളൂ. അയൽപക്കത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വരുമ്പോഴോ ഒന്നും നോക്കൂല. കാരണം അവിടെ നോക്കി കണ്ട് പഠിച്ചാലല്ലേ ഇവിടെ വരാതെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ദൃഷ്ടാന്തമായി തരുന്നത് ഇത്തരത്തിലുള്ള മറ്റു കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കുന്ന സാധനമാണ്. ഇതിൽ ഗർഭിണിയായ പെൺകുട്ടി അല്ലെങ്കിൽ ഇതിന് കാരണക്കാരിയായ പെൺകുട്ടി തന്നെ ഏതൊരു യൂട്യൂബറുടെ ഒരു കാമുകിയായിരുന്നു എന്ന് പറയുന്നുണ്ട് നേരത്തെ. ആ യൂട്യൂബറുടെ ഒരു വോയിസ് നോട്ട് അതും പ്രചരിക്കുന്നുണ്ട്. ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ, ഞാനൊരു 6-7 മാസം മുമ്പ് അത് ബ്രേക്കപ്പ് ആയതാണ്, അത് പോയതാണ്, ഞാനൊരു 6-7 മാസം മുമ്പ് അത് ഒഴിവാക്കിയതാണ്, ഞങ്ങൾ പിരിഞ്ഞതാണ്, ഇപ്പോൾ ഇനി എൻ്റെ പേര് അതിലേക്ക് വലിച്ചെടുക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയായിരിക്കാം, അത് കഴിഞ്ഞ് പോയിട്ടായിരിക്കാം ഒരു പക്ഷേ ഹോസ്റ്റലിൽ കൂടിയതും പുതിയൊരു ചുള്ളനെ അവിടെ ലഹരിയും കൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവിടെ പാർപ്പിച്ചതും അവരിലൂടെ മറ്റ് ബന്ധങ്ങളുണ്ടായതും. ഏതെല്ലാം 3 യുവതികളിൽ മാറി മാറി ആ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ അവരുടെ തൊലിക്കെട്ടി ചെറുതൊന്നും അല്ലല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്, വീട്ടുകാർ ഇത് വല്ലതും അറിയുന്നുണ്ടോ? അവനവിടെ ആയിരിക്കുമല്ലോ താമസം, എന്തിനാ പോകേണ്ട ആവശ്യം? അവന് വാടക കൊടുക്കാതെ ഒരു താമസ സൗകര്യം കിട്ടുകയാണ്. ഇപ്പോൾ ഈ മയക്കുമരുന്നും മാർക്കറ്റിങ്ങും ഇതെല്ലാം കൂടി ആകുമ്പോൾ അവന് തങ്ങാൻ സുരക്ഷിതമായൊരു താവളമാണ്. പെൺകുട്ടികൾ താമസിക്കുന്ന ഫ്ലാറ്റ് ആകുമ്പോൾ അവിടെ ആരും കയറി വരാൻ പോകുന്നില്ലല്ലോ. പക്ഷേ ഇതൊക്കെ ആയാലും ഇതെങ്ങനെയായാലും ഈ കുട്ടികൾ എങ്ങനെ വഴിപടിച്ചു പോയാലും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വഴിപെട്ട ബന്ധങ്ങളായാലും നമുക്ക് ചുറ്റും എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ അയൽപക്കത്ത് തന്നെ സംഭവിച്ചാലും ഈ രക്ഷിതാക്കൾക്ക് ഇത് സംബന്ധിച്ച് യാതൊരു ബോധവും ഇല്ല എന്നുള്ളതാണ് ഏറെ കഷ്ടം. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ കുടുംബത്തിൽ വരണം. അവനവൻ്റെ കുടുംബത്തിൽ നഷ്ടം സംഭവിക്കുമ്പോൾ മേലോട്ട് നോക്കിയിരുന്ന് നിലവിളിക്കാനും അതല്ലെങ്കിൽ അയൽപക്കത്ത് സംഭവിക്കുമ്പോൾ അത് നോക്കി കുറ്റം പറയാനും മാത്രമേ നമുക്കറിയുള്ളൂ. അല്ലാതെ നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്, ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാർ എന്നോ നമ്മൾ വല്ല അറിയുന്നുണ്ടോ? കൂട്ടുകെട്ടുകൾ വേണ്ട എന്നല്ല. ഈ രക്ഷിതാക്കൾ പറയുന്നത് പോലെ തന്നെ 21-ാം നൂറ്റാണ്ടാണ്, ആൻഡ്രോയിഡിൻ്റെ കാലമാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ബന്ധമുണ്ടാക്കാൻ അധികം താമസമൊന്നും വേണ്ട. പക്ഷേ അത്തരം ബന്ധങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ആരൊക്കെയാണ് പോകുന്നത്, എവിടേക്കാണ് അവർ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്, ആരൊക്കെയാണ് അവരോടൊപ്പം ഉറങ്ങുന്നത്, അതൊക്കെ അന്വേഷിക്കണ്ടേ? അതൊക്കെ അന്വേഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സംഭവിക്കും. ഇപ്പോൾ ആ 3 പെൺകുട്ടികളുടെ ആ കഥ പുറത്തറിഞ്ഞെങ്ങനെ? അതിലൊരാൾ ഗർഭിണിയായതുകൊണ്ടാണ്, മറ്റു 2 പേർ പരാതി കൊടുക്കാൻ പോയത് കൊണ്ടാണ്. ആ പരാതി കൊടുക്കുന്നത് ആ ഗർഭിണിയായ പെണ്ണ് തടഞ്ഞതുകൊണ്ടാണ്. കാരണം ഈ ഗർഭത്തിനൊരു തീരുമാനമാക്കാത്തത് കേസായി കഴിഞ്ഞാൽ ഇത് പുറത്തു വരും, അവരുടെ ജീവിതമാകെ കോഞ്ഞാട്ടയാകും. അപ്പോൾ ആദ്യം അത് അബോർഷനോ മറ്റു കാര്യങ്ങളോ ഒന്ന് അത് തീരുമാനമാക്കട്ടെ, പിന്നെ പരാതി കൊടുക്കാം, പിന്നെ കേസ് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്? ആ വോയിസുകൾ റെക്കോർഡ് ചെയ്ത് അത് പ്രചരിപ്പിച്ചു. അപ്പോൾ ആ സൗഹൃദത്തിന് എന്തർത്ഥമാണുള്ളത്? ഒരു റൂമിൽ താമസിക്കുന്ന, ഒരുമിച്ച് ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്ന ഈ പെൺകുട്ടികൾ, ആത്മമിത്രങ്ങൾ, ചങ്കും കരളുമെന്നും നമ്മൾ പറയും. ആ ചങ്കും കരളും ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? Different angles. Don't forget to subscribe and support this channel.